ഞായറാഴ്ച വീട്ടിൽ ചുമ്മാ ബോറടിച്ചിരുന്നപ്പോൾ പെട്ടെന്നെടുത്തൊരു തീരുമാനമാണ് സാമ്പ്രാണിക്കൊടിയിൽ പോവുക എന്നതുള്ളത്. അന്നേരം സാമ്പ്രാണിക്കൊടിയിലെ വിശേഷങ്ങൾ കണ്ടാൽ വരും. പൊക്കോണ്ടിരുന്നപ്പോഴത്തേക്ക് വിശന്നു. അന്നേരം ഞങ്ങൾ കയറിയതോ കൊല്ലത്തിലെ സമാറിലേക്ക്. Wash your hands before and after the food. It's a good habit. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് ഞങ്ങളുടെ കൈകളിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഓർഡർ ചെയ്തത് 2 ചിക്കൻ ബിരിയാണിയും അതുപോലെ തന്നെ 3 ഗ്രേപ്പ് ജ്യൂസും ആണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നിങ്ങളും വരിക, കഴിക്കുക, എൻജോയ് ചെയ്യുക. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പോയത് കൊല്ലത്തിലെ MK സിഗ്നേച്ചർ ബ്രൈഡൽ സ്ക്വയറിലേക്ക്. എൻ്റെ അമ്മയ്ക്ക് സാരി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങോട്ട് പോയത്. അവിടെ ഒരുപാട് സാരീസിൻ്റെ കളക്ഷൻസും വെഡ്ഡിങ് സാരീസും ഇവിടെ ലഭ്യമാണ്. പിന്നെ നേരെ പോയത് ഫസ്റ്റ് ഫ്ലോറിലേക്ക്. ഇവിടെയാണ് സാരീസിൻ്റെ കളക്ഷൻസ് കൂടുതൽ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ബ്രൈഡ്സിന് വേണ്ടിയിട്ടുള്ള ലെഹങ്കയും ഇവിടെ ലഭ്യമാണ്. ആഹാ, ഈ സാരി കാണാൻ നല്ല രസമുണ്ടല്ലോ. ഇന്ന് എത്ര പ്രൈസ്? ദൈവമേ, കണ്ണും പിടിക്കുന്നില്ലല്ലോ. ആഹാ, അന്തസ്സുള്ള പ്രൈസ്. ഞാൻ പറഞ്ഞില്ലേ, കണ്ണാടി എനിക്ക് എപ്പോഴും ഒരു വീക്ക്നെസ്സാണ്. ഇവിടെയും കണ്ണാടി ഉണ്ടായിരുന്നു. നേരെ തന്നെ മിറർ ഫോട്ടോ എടുത്തു. പിന്നെ ഇപ്പം ചെന്നാൽ കുറച്ച് ഓഫറിന് നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടും. പിന്നെ നമ്മൾ നേരെ പോയത് എങ്ങോട്ടേക്കാണ്? സാമ്പ്രാണിക്കൊടിയിലേക്ക്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. അതിനുശേഷം ബോട്ടിൽ കയറി തീരത്തിൻ്റെ നടുക്കോട്ട് പോവുകയാണ് കേട്ടോ. ദാണ്ടെ ഇവിടെ ഒരു തിട്ടയിലാണ് നമ്മൾ ഇറക്കുന്നത്. അവിടുന്ന് വെള്ളം കിട്ടും, വള്ളം കിട്ടും. ആ വള്ളത്തിനകത്ത് കയറി നമുക്ക് ഈ നടുക്കിറങ്ങാം, അല്ലെങ്കിൽ നമുക്ക് ഐസ് പ്ലാനറ്റൊക്കെ ചുറ്റി വരാം. എല്ലാം 3 ദ്വീപ് കടന്നു വരാൻ ഒക്കും. ഞങ്ങളുടെ ഞങ്ങൾ ബോട്ടയിലൊക്കെ കയറിയപ്പോഴത്തേക്ക് ഞങ്ങളുടെ ചേട്ടൻ ഞങ്ങൾക്ക് മാങ്ങയും എല്ലാം പൈനാപ്പിളും കൂടെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ചേട്ടൻ്റെ ആ പാത്രത്തിൽ നിന്ന് 2 പൈനാപ്പിൾ വെള്ളത്തിൽ വീണു. പിന്നെ ഞങ്ങൾ എൻജോയ് ചെയ്ത് കഴിച്ചു. നിങ്ങളിങ്ങോട്ട് വരാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഒരു 9:30 ആകുമ്പോഴത്തേക്ക് 9:13 ആകുമ്പോഴത്തേക്ക് സാമ്പ്രാണിക്കൊടി തുറക്കും. ഒരു 5 മണി വരെയാണ് ഇവിടുത്തെ ഓപ്പണിങ്. അത് കഴിഞ്ഞ് അടയ്ക്കുന്നതാണ്. അന്നേരം ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് നിങ്ങൾ വരാൻ ശ്രമിക്കുക. ഫാമിലിയൊക്കെ വന്ന് നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ വെള്ളത്തിലിറങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ഒരു ജോഡി ഡ്രസ്സ് കൊണ്ടുവരിക. ഞങ്ങൾക്ക് വെള്ളത്തിൽ ഇറങ്ങാനൊന്നും പറ്റിയില്ല. അപ്പോഴത്തേക്ക് ക്ലോസ് ചെയ്തു. ഞങ്ങൾ സാരി എടുക്കാനും ഫുഡ് കഴിക്കാനും ഒക്കെ പോയപ്പോഴത്തേക്ക് ഇവിടെ സമയം കഴിഞ്ഞു പോയി. അത് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ വേണ്ടി നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നല്ല തണുത്ത കാറ്റൊക്കെ, നല്ല ആ ഒരു തീരവും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്കും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും വരിക, കാണുക, എൻജോയ് ചെയ്യുക. നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ ഭയങ്കര സുഖമാണ് നമുക്കിരിക്കാൻ. ആ ബോട്ടിൽ കൂടെ ഒക്കെ പോകുമ്പം നമ്മളിങ്ങനെ ആലോചിക്കും, നമ്മൾ ആഴ്ന്ന ചിന്തയിലോട്ട് നമ്മൾ കടന്നു പോകും. അതുകൊണ്ട് ഇവിടെ കുറച്ച് ഫാമിലിയൊക്കെ ആ വെള്ളത്തിനകത്തിറങ്ങി കളിക്കുകയാണ്. ആ വെള്ളത്തിന് നടുക്ക് 2-3 ചേച്ചിമാർ കടയിട്ടിട്ടുണ്ട്. അതായത് മാങ്ങ ഉപ്പിലിട്ടത് അങ്ങനെയൊക്കെ. നിങ്ങൾക്കൊരു പാട്ട് കേൾക്കണ്ടേ? ഞാൻ പാടിത്തരാം. അടിച്ചു കയറി വരട്ടെ എന്നേ. சிறுகன விரித்தால் கூந்தலை இங்க சூரிய நிலவாயானது அங்க என் மனமென்று போனது அங்க மன்மதத்தை உன்றது எங்க கண்ணதை தொட்டால் சந்தனம் கொட்டும் வெக்கத்தை தொட்டால் குங்குமம் பொட்டும் புன்னகை பார்த்தால் மல்லிகை முட்டும் பார்த்தால் பரவம் மூச்சு முட்டும் காலடி ஓசைகள் கம்பெனி கேட்டது அம்மம்மா வித்தோ சோவித் ஓவியம் ஒன்று பிக்தோ வானிக் சிவனி ஒன்று பெண்ணாய் மாறியதோ அந்த புறத்தில் மகராணி ஓ
അന്തപുരത്തിൽ മകരാണി അഴകിയ ലൈല അവളിവളത് സ്റ്റൈല സന്തനവേല ഇവൾ മന്മത പുയല അടടാ പൂവിൻ മാനാടാ ഓ ഓ അഴക് ഇവൾ താൻ തായ് നാടാ നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു മതിലേക ചിരി തൂകും മാനത്തിൻ മുറ്റത്ത് മതിലേക ചിരി തൂകും മാനത്തിൻ മുറ്റത്ത് താരക സുന്ദരി നിന്നു നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു. ഇവിടെ ഞാൻ എന്താണ്ടൊക്കെ കോപ്രായം കാണിക്കുന്നുണ്ട്, എന്തുവാന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. സെൻറ്റ് തോമസ്, സെൻറ്റ് ജോർജ്, സെൻറ്റ് ജോസഫ് എന്നീ ദ്വീപുകൾ നമ്മൾ കടന്നു. ഞാൻ ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ ഐസ് ഫാക്ടറിയാണ് കേട്ടോ. അവിടെ ഐസ് ഫാക്ടറിയൊക്കെ 2-3 ഉണ്ട്. ഈ പരുന്തിനെ വിളിച്ച് ബോട്ടയിലൊക്കെ ഇരുത്താൻ നോക്കി, പക്ഷെ നടന്നില്ല. അത് പറഞ്ഞ് അതിൻ്റെ പാട്ടിന് പോയി. എന്തോ ചെയ്യാൻ. ഈ ബോട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞാൻ പരുന്തിനെ വിളിച്ച് ബോട്ടയിൽ ഇരുത്താൻ വേണ്ടി 2-3 ടിപ്സ് പറഞ്ഞു കൊടുത്തു. ആ ടിപ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞത് എൻ്റെ കയ്യിലിരുന്ന മാങ്ങ എടുത്ത് കാണിച്ചു കൊടുത്ത് ബോട്ടയിൽ വന്നിരിക്കുമെന്നാണ്. നേരം മമ്മി എന്നെ കളിയാക്കി ഇപ്പോൾ വന്നിരിക്കും നോക്കിയിരുന്നു വന്ന. ഇത് ഐസ് ഫാക്ടറിയിൽ നിന്നും ഐസ് ബോട്ടിലേക്ക് കയറ്റുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഐസെല്ലാം കയറ്റി കഴിയുമ്പോഴത്തേക്ക് ഇവർ ഫിഷിങ്ങിന് പോകും. ഫിഷിങ് ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ഇവർ വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് എൻ്റെ ചേച്ചിയാണ്. ചേച്ചിയുടെ പേര് അലോന എബി എന്നാണ്. 10th പഠിക്കുന്നത്. ഹോളി ഏഞ്ചൽസിലാണ് പഠിക്കുന്നത്. ഒരു ഡാൻസറാണ്, പിന്നെ ഒരു മാർഗം കളി അധ്യാപിക കൂടെയാണ്. എൻ്റെ ജാട മുഖത്ത് കാണുന്നില്ലേ? നിങ്ങൾ പറയൂ ഫ്രണ്ട്സ്, മുഖത്ത് കാണുന്നില്ലേ? ചിലപ്പോൾ ഒക്കെ എനിക്കും തോന്നാറുണ്ട്. മാങ്ങ തിന്ന് എരി വന്ന് വയറെരിയുമ്പോൾ ആരോ എന്നെ നോക്കി ചിരിച്ചു. അന്നേരം ഞാനും ചിരിച്ചു. ഇത് ഒരു സെമിനാരിയാണ്. ഈ സെമിനാരിയുടെ പുറം വശത്താണ് ഈ ഒരു രൂപം നിൽക്കുന്നത്. യേശുവിൻ്റെയും ജോസഫിൻ്റെയും രൂപമാണ്. ഈ വെള്ളം ഇങ്ങനെ പോകുന്നതാണ് നല്ല രസമില്ലേ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ?
ഇത് കണ്ടോ, ഒരു ചേച്ചിയും ചേട്ടനും കൂടെ ഇവിടെ മരത്തിൽ കയറിയിരിക്കുന്നത്. അവരെന്താണ്ട് കഴിക്കുവാണ് കേട്ടോ. ഇങ്ങനെ ഞാനും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോകുന്ന കണ്ടപ്പോഴാണ് അവരെ കണ്ടത്. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മൾ എവിടെ നിന്നാണോ കയറ്റിയത് അവിടെ തന്നെ തിരിച്ച് ഇറക്കി വിടാൻ പോവുകയാണ്. സോ തീരത്തോട്ട് അടുപ്പിച്ചു കേട്ടോ. നമ്മൾ അന്നേരം ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും വെള്ളത്തിലൊന്നും ഇറങ്ങാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമത്തിൽ ബാക്കി വരുന്ന ബോട്ടുകളെല്ലാം ഞാൻ നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. അപ്പോൾ ഇറ്റ്സ് സൈനിങ് ഓഫ് ഫ്രം അക്സ വോയിസ്.